PM ശ്രീ വിഷയത്തിലെ CPIയുടെ നിലപാട് LDFിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാതെ ഒത്തുതീർപ്പിനില്ല എന്ന ശക്തമായ നിലപാടിലാണ് CPI ഉള്ളത്. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നത് എങ്ങനെ എന്നതിൽ CPMനും വ്യക്തതയില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിള്ളൽ തിരിച്ചടിയാകും എന്ന ആശങ്കയിലാണ് ഘടകകക്ഷികളുള്ളത്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഷിജോ, കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ആ മുന്നണി കടന്നു പോകുന്നു, CPI കടന്നു പോകുന്നു, CPM കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഒമാനിൽ തിരിച്ചെത്തിയാൽ CPIയുമായി ബിനോയ് വിശ്വവുമായി 1-to-1 ഇരുന്നാൽ തന്നെ വിഷയം തീരും എന്ന പ്രതീക്ഷയായിരുന്നു CPM നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ CPI നേരത്തെ തന്നെ PM ശ്രീ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ തിരക്കിട്ട വളരെ നിർണായകമായ ചർച്ചകളുടെ ദിവസമായിരുന്നു. ആ ചർച്ചകളിലൊന്നും അനുനയിപ്പിക്കാനായിട്ടില്ല CPI. ഇന്ന് ഈ പകലിൽ ഇനി CPI അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും ചർച്ചകൾ CPMന് മുന്നിലുണ്ടോ? മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണോ ഇപ്പോഴും CPI ഉള്ളത്? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഒരു തരത്തിലും അനുനയത്തിന് CPI ഇനി വഴങ്ങില്ല എന്നുള്ളത് അവരുടെ നിലപാടിൽ തന്നെ നമുക്ക് വ്യക്തമായതാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ CPIയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലും CPI പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന PM ശ്രീയിൽ നിന്ന് പിന്മാറുക. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറിയെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച ഇതിനകത്തുള്ളൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം MN സ്മാരകത്തിൽ ചേർന്നപ്പോൾ ആ യോഗ തീരുമാനത്തിന്റെ ഭാഗമായി പുറത്തുവന്ന വിവരങ്ങൾ നമ്മളടക്കം പങ്കുവച്ചതാണ്. അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും, പൂർണ്ണമായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുക്കുകയും ചെയ്തതാണ്. അതിന്റെ അതേ നിലപാടിൽ തന്നെ ഇപ്പോഴും CPI ഉറച്ചു നിൽക്കുകയാണ്. 29-ാം തീയതി നാളെ മന്ത്രിസഭാ യോഗമുണ്ട്. നാളെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ മന്ത്രിമാർ വിട്ടുനിൽക്കുക തന്നെ ചെയ്യും. അതൊരു പക്ഷേ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ CPI വിട്ടുനിന്നൊക്കെയുണ്ട്. പക്ഷേ സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുന്നണിയിലെ തന്നെ 4 മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, ഈ പറയുന്ന ഈ ധാരണാപത്ര MOUവിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുക, അപ്പോഴും LDFിനൊപ്പം തുടരും എന്നുള്ളതാണ് CPIയുടെ നിലപാട്. പക്ഷേ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക, മന്ത്രിസഭയിൽ നിന്ന് 4 മന്ത്രിമാർ രാജിവെക്കുക, അങ്ങനെ രാജി പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിന് കളമൊരുങ്ങും. എന്തായാലും ഇതിനകത്ത് CPI തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. PM ശ്രീയിൽ നിന്ന് എന്തെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കില്ല, ഫണ്ട് വാങ്ങുകയുള്ളൂ, ഒരു തരത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലേക്ക് കൊണ്ടുവരില്ല എന്നൊക്കെ CPMും മന്ത്രി വി ശിവൻകുട്ടിയും ഒക്കെ വിശദീകരിക്കുമ്പോഴും അതിനകത്ത് ഒരു തരത്തിലും വഴങ്ങാൻ CPI തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വന്ന് കളത്തിലിറങ്ങി ബിനോയ് വിശ്വവുമായിട്ട് 1-to-1 ഇരുന്ന് ചർച്ച നടത്തിയിട്ടും CPI നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. നമുക്കറിയാം, പലതരത്തിലുള്ള അനുരഞ്ജനത്തിന്റെ വഴികളാണ് CPM തുറന്നിട്ടത്. വി ശിവൻകുട്ടി MN സ്മാരകത്തിലേക്ക് വരുന്നു. MN സ്മാരകത്തിൽ ഏതാണ്ട് 3/4 മണിക്കൂറോളം നീണ്ടുന്ന കൂടിക്കാഴ്ച. അതിനുശേഷം ബിനോയ് വിശ്വത്തെയും GR അനിലെയും തോളിൽ കൈയിട്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. അത് സമൂഹ മാധ്യമത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവെക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇതിനകത്ത് അനുനയത്തിനും ചർച്ചയ്ക്കും പോകേണ്ടതായിട്ടില്ല. നിലപാടിൽ നിന്ന് CPI പിന്മാറണമെങ്കിൽ അതിനകത്ത് CPM ചെയ്യേണ്ടത് ഇപ്പോൾ ഒപ്പിട്ടുള്ള MOUവിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമ വഴി തേടിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറിയേ പറ്റുകയുള്ളൂ. അതിനകത്തൊരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നൊന്നും CPI പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പോലും അംഗീകരിക്കാൻ CPI തയ്യാറാകുന്നില്ല. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. ഒരുപക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിയടക്കം പ്രഖ്യാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ CPM എങ്ങനെ അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് അറിയേണ്ടത്. ചർച്ചയാകാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോഴും ഉള്ളത്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, MV ഗോവിന്ദൻ പറയുന്നത് നമുക്കെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ്. പക്ഷേ CPI നിലപാടിന് ചർച്ച വേണ്ടതില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് പിന്മാറിയതിനു ശേഷം മാത്രം നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. എന്തായാലും CPIയുടെ യോഗങ്ങൾ വരും ദിവസങ്ങളിലുമുണ്ട്. അങ്ങനെ ആ യോഗങ്ങൾ ചേരുമ്പോൾ CPI കൂടുതൽ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി പ്രതിപക്ഷം എങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ളതുകൂടി CPI നോക്കിക്കാണുന്നുണ്ട്. ഈ പറയുന്ന CPI അടക്കം ഇപ്പോഴും ഇരുകൈ നീട്ടി UDF ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPIയുടെ നിലപാടും ഇതിനകത്ത് നിർണായകമാണ്. LDFിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ പറയുന്ന രീതിയിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുക, രാജി പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് CPMനെ സംബന്ധിച്ച് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. ഇതിനെ എങ്ങനെ CPM ഒരു അനുനയത്തിന്റെ അനുരഞ്ജന പാതയിലേക്ക് കൊണ്ടുവരുന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. സൈഫുദ്ദീൻ. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.